അന്യായ സൗണ്ട്. ദീപാവലിക്ക് വേറെ പടക്കം വായിക്കണ്ട. ഇതൊക്കെ ഷെയർ ചെയ്യണം. അതെ. നമസ്കാരം, അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിപ്പം നിൽക്കുന്നത് എവിടെയാണെന്നറിയാമോ? നമ്മുടെ കുരങ്ങനെ പന്നിയും കാക്കയൊക്കെ ഓടിക്കുന്ന ഒരു ചേട്ടൻ ഉണ്ടായിരുന്നില്ല, ഗണ്ണ് ഉണ്ടാക്കി. അന്നേരം ആ വീഡിയോ ഭയങ്കര റീച്ചായിരുന്നു. ഏതാണ്ട് 2 മില്യണോളം ഓടിക്കഴിഞ്ഞു. അത്രയും സപ്പോർട്ട് ചെയ്ത നിങ്ങളെ എനിക്കും വെറുതെ വിടാകത്തില്ല. അതിൽ ഒത്തിരി പ്രേക്ഷകർ ചോദിച്ചു, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. അന്നേരം തീർച്ചയായിട്ടും അത് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ആ ചേട്ടനെ വിളിച്ച് സംസാരിച്ചു. അന്നേരം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇപ്പം കുറച്ച് ഉണ്ടാക്കി ഇതേപോലെ ഓരോരുത്തർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു. നമ്പർ കൊടുത്തേക്കാം. അന്നേരം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഉണ്ടാക്കുന്നത് കണ്ടു പഠിക്കുക. അന്നേരം സ്വന്തമായി ഉണ്ടാക്കുന്നതിൻ്റെ ഒരു തൃപ്തി നിങ്ങൾക്കും ഉണ്ടാവും. ഈ ഗണ്ണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അത് നമുക്ക് ഗണ്ണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അണ്ണാ നമസ്കാരം. നമസ്കാരം. അന്നേരം നമ്മുടെ പ്രേക്ഷകരുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഞാൻ അണ്ണനെ ഒന്നും കൂടെ ബുദ്ധിമുട്ടിക്കുന്നത്. കാരണം ഇത് ഒത്തിരി പേർക്കും പിന്നെ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണം. ഞാൻ രണ്ടാമതെങ്ങും പോയി സാധാരണ വീഡിയോ എടുക്കാറില്ല, പക്ഷേ ഇത് നല്ല റീച്ചായിരുന്നു. അന്നേരം അണ്ണന് അതിൻ്റെ ഒരു താങ്ക്സ് പറയുന്നു. അന്നേരം ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ പ്രേക്ഷകരുടെ കാര്യങ്ങൾ. എന്നെ തമിഴ്നാട്ടിൽ നിന്നും പിന്നെ ചെന്നൈ, ബാംഗ്ലൂർ, പിന്നെ മഹാരാഷ്ട്ര എന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. ഈ കമന്റ് ഗൾഫിൽ നിന്ന് വരെ വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ നിന്ന് വരെ എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഇത് വേണം. അതല്ലെങ്കിൽ അപ്പോൾ എനിക്കതൊന്ന് അവർക്ക് എത്തിക്കാൻ പറ്റിയൊരു പ്രയാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് എങ്ങനെ ചെയ്യും എന്നുള്ളത് ഒന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ ഇന്ന് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുമോ. വേറെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഒരു പ്ലംബറോട് പറയുമ്പോൾ പുള്ളി ഒന്ന് ജോയിൻ ചെയ്ത് തരും. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെ എന്തൊക്കെ വേണം എന്ന് ഞാനെല്ലാം കാണിച്ചു തരാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ 4 ഇഞ്ച് പൈപ്പ് വേണം. അപ്പോൾ ഞാനിപ്പം 8.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. 8.5 ഇഞ്ച് ആയാലും മതി, 9 ഇഞ്ച് ആയാലും കുഴപ്പമില്ല, ഒരു 9.25 9.5 ആയാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ അത്ര എടുത്ത് എന്നിട്ട് നമ്മളതിനെ കട്ട് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഇത് പൈപ്പ് നോക്കിക്കോണം, ഇത് നിസാര പൈപ്പല്ല. ഇത് 6 പിന്നെ കെജിയുടെ പൈപ്പാണ്, 6 kgയുടെ പൈപ്പാണ്. ഇത് മേടിക്കണം. അല്ലാതെ ഇത് കുറഞ്ഞത് 4-ൻ്റെയൊക്കെ ഉണ്ട്, അതൊക്കെ മേടിക്കരുത്. അതൊക്കെ നമുക്ക് വല്ല മറ്റു ഉപയോഗങ്ങളൊക്കെ പറ്റൂ. നമ്മുടെ ഇത് പെട്ടെന്ന് ചൂടാവുന്നതും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് സേഫ്റ്റി ആയതുകൊണ്ട് ഈ ഒരു പൈപ്പ് മാത്രമേ മേടിച്ച് ഉപയോഗിക്കാവൂ. ഇത് സാധാരണ മറ്റേ ബ്ലേഡിലൊക്കെ കട്ട് ചെയ്യാൻ പാടാം. ഞാൻ കട്ട് ചെയ്ത് തോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്നും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇത് 6 കെജിയുടെ കട്ടിയുള്ള പൈപ്പാണ്. ഇതൊരു 8.5 9 ഇഞ്ച് നമുക്ക് എടുക്കാം. അത് ഒന്ന് വേണം. ഇത് 4 ഇഞ്ചിൻ്റെ എൻഡ് ക്യാപ്പാണ്. ഇത് ഒരെണ്ണം വേണം. ഇത് 4 പിന്നെ ഇത് 2.5യുടെ റെഡ്യൂസറാണ്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ 4 2ൻ്റെ വേണമെങ്കിലും വാങ്ങാം. പിന്നെ എന്നിട്ട് നമുക്കൊരു ബുഷ് ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഇത് 4 ആയിരിക്കണം. പക്ഷേ ഈ ബുഷിന് അകത്തുള്ള ഇൻസൈഡ് 1.25 ഇഞ്ച് ആയിരിക്കണം. അതിന് വരത്തക്ക രീതിയിൽ നമുക്കിത് 2.5ക്ക് പകരം 2 ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ബുഷ് 2 to 1.25 ആക്കാം. അപ്പോൾ അത് മറക്കരുത്. അത് കഴിഞ്ഞിട്ട് ഇത് സാമാന്യം ഒരു നല്ല പൈപ്പ്, 2 അടി പൈപ്പ്, അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്റർ പൈപ്പ്, 60 ആയാലും 70 ആയാലും കുഴപ്പമില്ല, അത് വേണം. പിന്നീട് നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്ററാണ്. ഇതിൻ്റെ നല്ല ലൈറ്റർ മേടിക്കണം, ക്വാളിറ്റി മേടിക്കണം. ഇതിൻ്റെ വില ഞാൻ കാണിച്ചു തരാം. 255 രൂപയാണ് ഇതിൻ്റെ വില. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഒന്ന് കമന്റ് വന്ന് 200 രൂപയ്ക്ക് സാധനം കിട്ടി, 200 രൂപയ്ക്ക് സാധനം കിട്ടും. എങ്ങനെ ഈ ക്വാളിറ്റിയിൽ 200 രൂപയ്ക്ക് ഇല്ല? അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ 200 രൂപ കിട്ടിയാലും 500 രൂപയ്ക്ക് കിട്ടിയാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പം നിങ്ങൾ സ്വയമായിട്ട് ചെയ്ത് നിങ്ങൾ ഉപയോഗിക്കുക. അതുകൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് സമയക്കുറവുണ്ട്. പിന്നെ അതുകൊണ്ട് എനിക്കിതൊക്കെ ഒരുപാട് ചെയ്ത് അയക്കാനൊക്കെ എനിക്ക് ചെറിയ സമയക്കുറവും എനിക്ക് മറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിത് വീഡിയോ ഇട്ട് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. നിങ്ങൾ സ്വന്തമായിട്ട് സാധനം വാങ്ങിയിട്ട് ചെയ്യുക. ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ നല്ല ക്വാളിറ്റി സാധനം മേടിച്ചിടണം. അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിന് ഞാൻ ഉത്തരവാദി ആയിരിക്കുന്നതല്ല. കമൻറ്റുകളൊക്കെ വരും, ഇതൊക്കെ കിട്ടും, 200 രൂപയ്ക്ക് കിട്ടും, അതൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും, അത് അങ്ങനെയുള്ള സാധനമായിരിക്കും. ഈ ലൈറ്റിൻ്റെ ഇത് കണ്ടോ നിങ്ങൾ? ഈ ലൈറ്റർ കണ്ടോ? ഇതിൻ്റെ പേര് കണ്ടോ? ഇതിൻ്റെ പേര് കണ്ടോ? ഈ സാധനം 255 രൂപയുടെ സാധനമാണ്. ഈ ഒരു ലൈറ്ററിന് പോലും 255 രൂപ. നിങ്ങൾക്ക് എങ്ങനെ ഒരാൾ ഇത് ചെയ്ത് തരാൻ പറ്റും? അത് ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിക്കും, പിന്നെ രണ്ടാമത് അത് വർക്കാവത്തില്ല. ഇതാണ് അതിനകത്ത് ഒരു സംഭവം. ആൾക്കാർ പിന്നെ 10 രൂപയ്ക്ക് എന്തോ ഒരു ഐറ്റം പണ്ട് മദ്രാസിൽ വാങ്ങാൻ പോകുന്നത് പോലെ ഉള്ളൂ. ഇവിടുന്ന് 2000 രൂപ വണ്ടിക്ക് കൂലി കൊടുക്കുന്ന അവരാരും നോക്കുന്നില്ല. പക്ഷേ ഐറ്റം അവിടെ 10 രൂപയ്ക്ക് കിട്ടും. അതാണ് ഇത്. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇനി ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്ന് ഞാൻ കാണിച്ചു തരാം. ഈ ലൈറ്റർ എടുക്കുന്നു, നമ്മളത് ടെസ്റ്റ് ചെയ്ത്
നോക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ പൈപ്പിൻ്റെ സെൻറ്ററിലൂടെ ഒരു 12 mm, അതായത് നമ്മുടെ ഈ ലൈറ്റർ പോകത്തക്ക രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു ഹോൾ ഇടണം. ഹോളിട്ട് അതിനകത്ത് നമ്മളിത് ഇറക്കി വെച്ച് എന്നിട്ട് നമ്മൾ ഈ സൂപ്പർ ഗ്ലൂ ഇതിനെ ഒഴിച്ച് സെറ്റാക്കുക, ടൈറ്റ് ചെയ്യുക. ഇത് ഉടനെ കൈ എടുക്കരുത്, ഒരു ശകല നേരം ഒന്ന് വെക്കണം, ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് ശകല നേരം ഒന്ന് വെക്കണം. രണ്ടാമത് ഇത് ഗമ്മ തേച്ച് ഇത്രയേ ഉള്ളു. ഇനി ഈ പൈപ്പ് ഇതിനകത്തോട്ട് ഇങ്ങനെ ഇറക്കി വയ്ക്കുക. ഇത്രയേ ഉള്ളു ഇതിനകത്ത് സംഭവങ്ങൾ. ഇത് നിങ്ങൾക്ക് സ്വയമായിട്ട് ചെയ്യാവുന്നതാണ്. ഇത് പേപ്പർ വെച്ച് അടയ്ക്കുവാണ്. എത്രത്തോളം ടൈറ്റ് ആക്കാമോ അത്രയും സൗണ്ട് കിട്ടും. ഇത്രയും കിട്ടും. ഇത് നല്ലപോലെ അതിനകത്ത് ഇറുവി ഇരിക്കണം. ഇത്രയേ ഉള്ളു. നീ അടുത്ത സ്പ്രേ സ്പ്രേ എടുത്തടിക്കുന്നു. അതെങ്ങനെ, അതിന് അളവ് വല്ലതും ഉണ്ടോ? അളവ് ഒരു 6-7 പ്രാവശ്യം അടിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. നമുക്കിത് പൊട്ടിച്ചതിന്റെ സൗണ്ട് നമുക്കൊന്ന് ഇവിടെ ഇവിടെ പിടിച്ച്. അന്യായ സൗണ്ട്. ദീപാവലിക്ക് വേറെ പടക്കം വാങ്ങിക്കണ്ട. ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാ. നിങ്ങളെല്ലാവരും ചെയ്തിട്ട് ഇത് നമ്മുടെ കൂടെ പറഞ്ഞിട്ടൊരു വീഡിയോ എടുത്തൊക്കെ ഇട്ട് ഷെയർ ചെയ്യുമോ. ഇതൊക്കെ ഷെയർ ചെയ്യണം. ഇതിനകത്ത് വേറെ സംഭവമുണ്ട് കേട്ടോ. വേറെ സംഭവമുണ്ട്. ഇങ്ങനെ പൊട്ടിച്ച ഈ നാട്ടിലെല്ലാം നല്ല സുഗന്ധോ സ്പ്രേയുടെ സാധനങ്ങളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാം കട്ട് ചെയ്ത് വെച്ചതിന് ശേഷമാണെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ ഇവിടെ ഈ ലൈറ്ററും ഇതോട്ടൊന്ന് ഒട്ടിക്കണം. അത് സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിക്കണം. ഈ പൈപ്പ് ഇവിടെ വെച്ച് ഒട്ടിക്കണം. ഈ എൻഡ് ഇവിടെ ഒട്ടിക്കുക. ഇതിനകത്ത് ബുഷ് ഒട്ടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് ഒട്ടിക്കേണ്ട കാര്യമില്ല. ഇത് കറക്റ്റ് അതിനകത്തൂടെ നമ്മളിങ്ങനെ തിരികെ വയ്ക്കും. നമ്മുടെ ഗണ്ണ് ഓക്കെ ആയി. ഇനി ഇത്രയേ ഉള്ളൂ. ഇതാണ് ഇതിനകത്ത്. ഇനി നമ്മൾ ഇതിനകത്ത് അഴിച്ചിട്ട് ഇതിൽ കുറച്ച് പേപ്പർ വെച്ച് അടയ്ക്കുവാണ്. ഇതിലേക്ക് നമ്മൾ സ്പ്രേ അടിക്കുന്നു. ഇത് അടയ്ക്കുന്നു. ആവശ്യമാണെങ്കിൽ 5-6 കല്ലിൻ്റെ തരി ഇട്ട് നമുക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മതി. കഴിഞ്ഞ വീഡിയോ ബാക്കിയെല്ലാം കഴിഞ്ഞ വീഡിയോയിലുണ്ട്. അപ്പോൾ ഇത് പലർക്കും ഇതെങ്ങനെ ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ചെയ്തിട്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ നമ്പർ അതിനകത്തിടും. അപ്പോൾ ഒന്ന് വിളിച്ച് ചോദിച്ചാൽ മതി. ഒന്നുമില്ല, ഒരു ടെൻഷനും വേണ്ട. ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഈ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മേടിച്ചാൽ മതി. ഇത് 4 ഇഞ്ചിൻ്റെ പൈപ്പ് ഒരു 9 ഇഞ്ച് മേടിക്കാം. 4 ഇഞ്ച് എൻഡ് ക്യാപ്പ്, 4 ഇഞ്ച് 2 ഇഞ്ചിൻ്റെ ഒരു റെഡ്യൂസർ, 2 ഇഞ്ച് 1.25 ഇഞ്ചിൻ്റെ ഒരു ബുഷ്, 1.25 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് 2 അടി അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്റർ, അത്രയും പൈപ്പ് മതി. പിന്നെ ലൈറ്റർ. പിന്നെ അത് ഒട്ടിക്കാനുള്ള അല്പ സോൾവെൻ്റ് വീട്ടിലെങ്ങാനും ഉണ്ടെങ്കിൽ നമുക്ക് വേറെ മേടിക്കണമെന്നില്ല. പിന്നെ 5 രൂപയുടെ ഒരു ഇത് 10 രൂപ ആ ഒരു സൂപ്പർ ഗ്ലൂ. അത് നമ്മുടെ ലൈറ്റർ ഒട്ടിക്കാനാണ്. അത് ലൈറ്ററിന് ഇൻസൈഡിൽ കൂടെ ഔട്ട് സൈഡിൽ കൂടെ അത് ഒഴിച്ചു കൊടുത്ത് കുറച്ച് നേരം വെക്കുമ്പോൾ അത് അങ്ങനെയുള്ള എന്തായാലും മതി. അങ്ങനെ ആ ടൈപ്പ് പെട്ടെന്ന് ഒട്ടുന്നത് അത് ഈ ലൈറ്ററിന് വേണ്ടിയിട്ടാണ്. ഇതിനല്ല. അത്രയും സാധനങ്ങൾ മതി. അത് പിന്നെ നമുക്ക് ബാക്കി വരത്തില്ല. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പോകും. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്ലംബർമാരുടെ കയ്യിലൊക്കെ ആണെങ്കിൽ നമുക്ക് മേടിക്കണമെന്നില്ല. ഒരാളോട് പറയുകയാണെങ്കിൽ അയാൾ പെട്ടെന്ന് ഇതൊന്ന് ജോഡിച്ചു തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ നമുക്കിത് ആവശ്യമുള്ളവർക്കാണെങ്കിൽ നമ്മൾ ഈ നല്ല ക്വാളിറ്റി പൈപ്പ് നമ്മുടെ ലൈറ്ററെല്ലാം ഇട്ട് ഞാൻ ചെയ്തു കൊടുക്കും. അപ്പോൾ അത് ഇവിടെ നമുക്ക് ഇതിന് ഇത്രയും ചെയ്ത് ഇവിടെ തരുന്നതിന് 700 രൂപയാവും. താല്പര്യമുള്ളവർക്ക് ഇവിടെ വന്ന് മേടിക്കാം. ഇല്ലെങ്കിൽ പിന്നെ ഇത് അയച്ചു കൊടുക്കുന്നതിനെ കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചിട്ട് അതിൻ്റെ കൊറിയർ ചാർജോ അല്ലെങ്കിൽ ഏതെങ്കിലും ബസ്സുകളിലോ മറ്റോ കൊടുത്തയക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ള സഹായം പറ്റുമെങ്കിൽ ചെയ്തു തരാം. അപ്പോൾ അവർക്ക് അതിനെന്തെങ്കിലും കൊടുത്താൽ മതി. വേറെ കാര്യമൊന്നുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വന്ന് വരിക്കാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കും. അല്ലെങ്കിൽ സ്വയമായിട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യാം. ഓക്കെ.